തപസ്സുകാലം ദൈവത്തിലേക്കും മനുഷ്യരിലേക്കുമുള്ള ആത്മീയ യാത്രയായി പരിണമിക്കണമെന്ന് കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ. തപസ്സുകാലത്തിന് ആരംഭം കുറിച്ച് വിഭൂതി ബുധനാഴ്ചയിൽ കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ അർപ്പിച്ച ദിവ്യബലിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച് വചന സന്ദേശം നൽകുകയായിരുന്നു ബിഷപ്പ്. മനുഷ്യനെ പൊടിയാവുമെന്ന് പറയുമ്പോൾ സൃഷ്ടികർമ്മം നടത്തിയപ്പോൾ ദൈവം മണ്ണ് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി എന്ന് പറയുന്നു. ദിവസം വായിക്കുന്ന പ്രകാരം ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് മനുഷ്യൻ ജീവനുള്ളതായിത്തീരുന്നത്. വീണ്ടും എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ അസ്ഥികളുടെ താഴ്വര ദൈവത്തിന്റെ ആത്മാവ് ഇല്ലാത്ത ഒരവസ്ഥയെ കുറിച്ച് പറയുന്നു. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവില്ലാത്ത അവസ്ഥ അത് ഒരു പൊടിയാണ്, അത് ചാരമാണ്, അത് അസ്ഥി പോലെ ഉണങ്ങിയ അസ്ഥി പോലെ വരണ്ട അസ്ഥി പോലെയാണ്, അല്ലെങ്കിൽ ജീവനുള്ള ഇല്ലാത്ത പോലെ. അപ്പോൾ ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുന്ന മനുഷ്യർ നമ്മളുടെ ഓട്ടം എങ്ങനെയായാലും ദൈവത്തോടു കൂടി അല്ല എങ്കിൽ നമ്മുടെ ജീവിതം അത് ശുഷ്കമായി തീരുന്നു. ഇനിയുള്ള യാത്ര, ഈ പുതിയ യാത്ര നമ്മൾ ആരംഭിക്കുമ്പോൾ ദൈവത്തോട് ചേർന്നുള്ള ഒരു യാത്ര, ഈശോയോട് കൂടിയുള്ള ഒരു യാത്ര, അത് 40 ദിനങ്ങളിലായിട്ടുള്ള യാത്ര. നമ്മുടെ യാത്രയും ഇന്ന് തുടർന്ന യാത്ര അത് ഈസ്റ്ററിന്റെ ഉയർപ്പിന്റെ സന്തോഷത്തിലേക്കുള്ള യാത്രയാണ്. കത്തീഡ്രലിൽ നടന്ന ദിവ്യബലിയിൽ കത്തീഡ്രൽ വികാരി ഡൊമിനിക് പിൻഹീറോ, സഹവികാരിമാരായ ഫാദർ നിഖിൽ മുട്ടിക്കൽ, ഫാദർ ടോണി കുന്നത്തൂർ, കോട്ടപ്പുറം രൂപത വികാരി റോക്കി റോബി, കളത്തിൽ ചാൻസലർ ഹെൽവസ്റ്റ് റൊസാരിയോ, പ്രൊക്കുറേറ്റർ ഫാദർ ജോബി കാട്ടാശ്ശേരി, ഫാദർ ബിയോൺ തോമസ്, മതബോധന ഡയറക്ടർ ഫാദർ സിജോ വേലിക്കകത്തോട്ട് എന്നിവർ സഹകാർമ്മികരായിരുന്നു. സന്യസ്തരും വിശ്വാസികളുമടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു.